രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം രാവിലെ ഞാൻ അരി വെള്ളത്തിലിടാൻ മറന്നു പോയായിരുന്നേ. അതുകൊണ്ട് രാത്രിക്ക് കിടക്കണതിന് മുമ്പ് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് അരിയും അതേ അളവിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും കൂടെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചങ്ങ് മൂടി വെച്ച് കുതിരാനായിട്ടേ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഇത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാനിതൊരു ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി എന്നിട്ട് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും മയത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇതിൽ പാകത്തിന് വെള്ളമായിരുന്നത് കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പോയില്ല. മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന മാവൊക്കെ ഒന്ന് കൈകൊണ്ട് വടിച്ചെടുക്കുക മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെച്ചില്ല. ഒരു പാൻ ചൂടായതിന് ശേഷം മാവ് കോരി ഒഴിച്ച് ദോശ ചുട്ടെടുത്തു. എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഡ്ഡലിയും കൂടെ പുഴുങ്ങിയെടുത്തു. പക്ഷേ ഇഡ്ഡലി ഒട്ടും പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ, ഭയങ്കര ഹാർഡായിരുന്നു. പക്ഷേ ദോശ പെർഫെക്റ്റായിട്ട് കിട്ടി കേട്ടോ.